ജോലിക്കാരൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പണിയെടുക്കണം. ഓരോ ദിവസവും ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ലീവ് എടുക്കണം. ഒരു ദിവസം പോലും 100% അറ്റൻഡൻസ് കിട്ടിയിട്ടില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് ജംഷഡ്ജി ടാറ്റ 1877 നാഗ്പൂരിൽ സ്റ്റാർട്ട് ചെയ്ത കോട്ടൺ ടെക്സ്റ്റൈൽ മില്ലിലാണ്. അവിടുത്തെ എംപ്ലോയീസിന് സിറ്റുവേഷൻ ആയിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ജംഷഡ്ജി ടാറ്റ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത്. ഒന്ന്, പ്രൊവിഡന്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത്. അഥവാ അവിടുത്തെ വർക്കേഴ്സ് റിട്ടയർ ആയതിനു ശേഷം അവർക്ക് പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത്. 2, ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി. അഥവാ അവിടുത്തെ വർക്കേഴ്സിന് ആർക്കെങ്കിലും ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്ത്. 3, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ മക്കൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത്. 4, പേയോടുകൂടിയുള്ള ലീവ് പ്രൊവൈഡ് ചെയ്ത്. 5, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി സ്പോർട്സ് ഡേ, ഫാമിലി ഡേ അങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്ത്. ഇതൊക്കെ ഇപ്പൊ കുറെ കമ്പനീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജംഷഡ്ജി ടാറ്റ ചെയ്ത സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1800-കളാണ്. അഥവാ ലോകത്ത് അടിമത്തം നിലനിൽക്കുന്ന സമയം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. തൊഴിലാളികൾക്ക് ഒരവകാശം പോലും കിട്ടാത്ത സമയത്താണ് ടാറ്റ ഈ ഒരു കാര്യം ചെയ്തത്. അന്ന് ആ ഒരു സമയത്ത് ജംഷഡ്ജി ടാറ്റ ചെയ്തൊരു ഫിലാന്ത്രപ്പിക് മൂവ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ടാറ്റ വിശ്വസിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് വർക്കേഴ്സ് ബിൽഡ് സ്ട്രോങ് കമ്പനീസ് എന്നാണ്. അതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? എംപ്ലോയീസ് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ആയിട്ടുണ്ട്, കമ്പനിക്ക് നല്ല രീതിയിൽ വളർച്ച വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് ടാറ്റ ഫാമിലി ഇന്ത്യക്ക് വേണ്ടി ചെയ്ത ചെറിയൊരു കാര്യമാണ്. ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ ടാറ്റ ഫാമിലി ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ടാറ്റ എന്ന കമ്പനി ബാക്കി എല്ലാവരിൽ നിന്ന് മാറി നിൽക്കുന്നതും നമുക്ക് ഇത്രയും ഇൻസ്പയറിങ് മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ബിസിനസ് യൂസ്ഫുൾ ആക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. റീസെൻ്റ് ആയിട്ട് ഞാൻ 2 കേസ് സ്റ്റഡീസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ടാറ്റ ഗ്രൂപ്പിൻ്റെ. ഈ 2 കേസ് സ്റ്റഡീസിൽ കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ജംഷഡ്ജി ടാറ്റ അന്ന് എംപ്ലോയീസിന് വേണ്ടി ചെയ്ത ഈ കാര്യങ്ങൾ. കാരണം അന്ന് എംപ്ലോയീസിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്.